അപ്പോൾ ഇന്ത്യൻ യങ് പ്രൊഫഷണൽസിന് യു കെയിലേക്ക് വരാനുള്ള ലോട്ടറി വിസ രണ്ടാമത്തത് വീണ്ടും ഓപ്പൺ ആകാൻ പോവുകയാണ്. ഫ്രീ എൻട്രിയാണ് ഈ ബാലറ്റിലേക്കുള്ളതെന്ന് പറയുന്നത്. 21 ജൂലൈ 2026 ഇന്ത്യൻ ടൈം 1:30 PM ബാലറ്റ് ഓപ്പൺ ആവുന്നത്. ആൻഡ് 23 ജൂലൈ 2026 1:30 PM ആകുമ്പോഴത്തേക്കും ബാലറ്റ് ക്ലോസ് ആവുകയും നിങ്ങൾ ഇതിനകത്ത് യാതൊരു കാശ് ചിലവോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വിസയുടെ കാര്യത്തിലോട്ട് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാലറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് പിന്നെ വിസ ചാർജസും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. യു കെയിൽ വന്ന് വർക്ക് ചെയ്യാന്ന് പറയുന്നത് നിങ്ങളൊരു ഡ്രീം ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ്. ഈ ഒരു ലോട്ടറി നിങ്ങൾക്ക് അടിക്കുകയാണെങ്കിൽ 2 വർഷം നിങ്ങൾക്ക് യു കെയിൽ ഒന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ഒരു വിസ ഓപ്പർച്യൂണിറ്റി ത്രൂ നിങ്ങൾക്ക് കിട്ടുന്നത്. എന്തായാലും ഇനി ഞാൻ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബാറ്റിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 18 and 30 ആയിരിക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ എബോ ആയിരിക്കണം ലെവൽ എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് പാടില്ല. ഫിനാൻഷ്യലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 18 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ അല്ല. അതുപോലെ ഈ ഒരു ലോട്ടറി വിസ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് £2,530 നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ എത്ര നാളത്തേക്കാണ് ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടത്, കാര്യങ്ങൾ, സംഭവങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് വീഡിയോയിൽ യൂട്യൂബിൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. സോ ബാലറ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ യുവർ നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, പാസ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ സ്കാൻഡ് കോപ്പി, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് ആണ്. നിയർലി 3000 പ്ലേസസ് ആണ് ഇന്ത്യൻ യങ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് ഈ 2026 മാറ്റി വെച്ചിരിക്കുന്നത്. ആൻഡ് അതിൽ മോസ്റ്റ് ഓഫ് ദ പ്ലേസസും ഓൾറെഡി ഫെബ്രുവരിയിലേക്കുള്ള ബാലറ്റിലേക്ക് കംപ്ലീറ്റ്ലി മാറിപ്പോയി. അതിൽ റിമൈനിങ് ആയിട്ടുള്ള പ്ലേസസ് ആണ് ഈ ഒരു ജൂലൈയിൽ കൂടെ അവർ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കും. ബാലറ്റ് ക്ലോസ് ചെയ്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് കിട്ടുകയും ചെയ്യും.